ചെറുപുഴയിൽ തെരുവുനായയുടെ പരാക്രമം. നിരവധി വളർത്തുമൃഗങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചു. പേവിഷബാധയുള്ള നായെന്ന സംശയത്തെ തുടർന്ന് കടിയേറ്റ മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. അക്രമകാരിയായ നായയെ കണ്ടെത്താൻ തെരച്ചിൽ തുടങ്ങി. ചെറുപുഴ ടൗണിനോട് ചേർന്ന് പാണ്ടിക്കടവ്, മണിമലക്കുന്ന്, മുളപ്ര, പ്രാപ്പോയിൽ ഭാഗങ്ങളിലാണ് ഇന്ന് രാവിലെ അക്രമകാരിയായ തെരുവുനായ നിരവധി വീട്ടുകാരുടെ വളർത്തുമൃഗങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചത്. വളർത്തുനായകൾ, ആട്, പശു എന്നിവയെ അവയുടെ കൂടുകൾക്ക് സമീപത്തെത്തി തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. വളർത്തുമൃഗങ്ങൾ ബഹളമുണ്ടാക്കിയപ്പോഴാണ് തെരുവുനായ ആക്രമിക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചേച്ചി കണ്ടായിരുന്നോ പട്ടി വരുന്നത്? കണ്ടു. ചെറിയ പട്ടി, ഒരു ചുമന്ന പട്ടി, വാലിന് നീളത്തുള്ള നല്ല സാധാ വളർത്തുന്ന പട്ടിയപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇതിലൊക്കെ വരുന്നില്ലേ, അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരത്തേക്കും കൂട്ടിലേക്ക് ചാടി കയറി പശുവിനെ കിടക്കുമായിരുന്നു, കടിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടു. പിന്നെ നോക്കിയപ്പോഴാണ് ഈ മുറിവ് കണ്ടത് പശുവിന്റെ. അന്നേരത്തേക്കും നമ്മളിവിടുന്ന് ഇത് പട്ടീനെ ഓടിച്ചു വിട്ടപ്പോഴത്തേക്കും അവിടുത്തെ ആട് കരയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ. അന്നേരം നമ്മൾ അങ്ങോട്ട് ഓടിച്ചപ്പോഴത്തേക്കും അതിന്റെ താടയൊക്കെ കടിച്ചു മതി. അപ്പോൾ നമുക്ക് തോന്നി സാധാരണ പട്ടിയല്ല, എന്തോ കുഴപ്പമുണ്ടെന്ന്. കാർച്ച കേട്ടോണ്ട് ഇറങ്ങി നോക്കുമ്പോഴാണ് കണ്ടത്. ആ ഗ്രില്ലിന്റെ ഇടയ്ക്കൂടെ പിന്നെ ഡോഗ് വന്നിട്ട് കടിച്ചിട്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഗ്രില്ലിന്റെ ഇടയ്ക്കൂടെ. അപ്പം മേ ബി ഡോഗ് വന്ന സമയത്ത് സ്നിഫ് ചെയ്ത് നോക്കിയതായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. വിടുന്നേ ഇല്ല. അവസാനം അതിനെ അറ്റാക്ക് ചെയ്ത സമയത്തേക്കാണ് ഡോഗ് പോയത്. പെട്ടെന്ന് കുറുക്കനാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കുറുക്കന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് പെട്ടെന്ന് വിചാരിച്ചത്. പിന്നെ താഴെ പോയിട്ട് ഡോക്ടറിനൊക്കെ വിളിച്ചിട്ട് വരുന്ന സമയത്ത് അവർ പറഞ്ഞ കേപ്പറ്റിയാണ് വന്നിട്ടുണ്ടായിരുന്നു. കുറെ സത്ത് പോയിട്ടുണ്ടായിരുന്നു. പട്ടിയെ കടിച്ചാണ് നമ്മുടെ പട്ടി ഓടി വന്ന് കയറി പിടിച്ചു ആടിനെ. അതുകൊണ്ട് ആടിനെ പട്ടിയെ വിട്ടിട്ട് പോയി. പിന്നെ ചൊടി മൊത്തം കുടിച്ച് മുറിക്കുകയും ചെയ്തു. ആടിനെ മുറിഞ്ഞ് പോയി. ആടിന് നല്ലോണം മുറിഞ്ഞു പോയിട്ടുണ്ട്. നായി സമീപപ്രദേശത്തെല്ലാം ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ കുറേ താഴത്തെ വീട്ടിലെ മുകളിൽ എല്ലായിടത്തും കഴിച്ചോണെന്ന് പറഞ്ഞു. എല്ലാം കുറേ വീട്ടിൽ കയറുന്നു രാവിലെ. ഞാൻ രാവിലെ പോയായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ കുടുംബമുണ്ടായിരുന്നു, കൊച്ചുകൊണ്ടായിരുന്നു. പതിവായിട്ട് തെരുവുശായി നായ ശല്യമുള്ള പ്രദേശമാണ് ഇത്. ഇവിടെ ഇങ്ങനെ പട്ടിയെ കാണില്ല. അങ്ങനെ കുറുക്കൻ്റെ ശല്യമുള്ളൂ. കുറുക്കൻ എന്ന് പറഞ്ഞാൽ രാവിലെ പോലും കുറുക്കനാണ്. കുറുക്കത്തിന് ഇവിടെ മൊത്തം കുറുക്കൻ. നേരെ സന്ധ്യയാകുമ്പോൾ ഇവിടെ തന്നെ മുറ്റത്ത് തന്നെ വരും കുറുക്കൻ. രാവിലെ വൈകിട്ടും എല്ലാം ഇഷ്ടം പോലെ കുറുക്കൻ്റാണ്. വളർത്തുമൃഗങ്ങളുടെ എല്ലാം മുഖത്താണ് മുറിവേറ്റത്. പേവിഷബാധയേറ്റ തെരുവുനായി എന്ന സംശയത്തെ തുടർന്ന് വെറ്ററിനറി സർജൻ സ്ഥലത്തെത്തി കടിയേറ്റ വളർത്തുമൃഗങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷയും കുത്തിവയ്പ് നൽകി. വളർത്തുമൃഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകി. മുന്നറിയിപ്പെന്ന് വെച്ചാൽ എല്ലാം അനിമൽസിനെയും പരമാവധി ശ്രദ്ധിച്ച് അതിൻ്റെ ഷെഡിൽ തന്നെ എന്ന് വെച്ചാൽ തെരുവ് നായ്ക്കളൊന്നും ആക്രമിക്കാത്ത രീതിയിൽ സംരക്ഷിക്കുക. പിന്നെ ആദ്യം തന്നെ മുറിവ് കിട്ടുന്നിടത്ത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ എത്രയും വേഗം വാക്സിൻ എടുക്കേണ്ട സംവിധാനം ക്രമീകരിക്കുകയും വേണം. ഇപ്പോൾ പശു ആടുമൊക്കെ ആകുമ്പോൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ? ഉമിനീരെന്തെങ്കിലും പറ്റിയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഉടൻ ആശുപത്രിയെ സമീപിക്കണം. പോളിക്ലിനിക്കിലോ താലൂക്ക് ഹോസ്പിറ്റലിലോ. ഉമിനീര് പറ്റിയെന്ന് പറയുമ്പോൾ കയ്യിൽ പറ്റിയാലും പ്രശ്നമില്ലല്ലോ. മുറിവിനെ പറ്റിയാലാണ് പ്രശ്നം. കയ്യിൽ പറ്റി വാഷ് ചെയ്താൽ സോപ്പിട്ട് വാഷ് ചെയ്താൽ പോരെ? സോപ്പിട്ട് വാഷ് ചെയ്താൽ മതി. പക്ഷെ കയ്യിലെന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ ആൾക്കാരും വാക്സിനേഷൻ എടുക്കണം. ചെറുപുഴ ടൗണിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കെയാണ് തെരുവുനായ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചത്. അക്രമകാരിയായി നായയെ കണ്ടെത്താൻ നാട്ടുകാർ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ, കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.